നിങ്ങൾക്കൊരു ബിസിനസ്സുണ്ട്, പക്ഷേ റവന്യൂ ഇല്ല, പ്രോഫിറ്റ് കിട്ടുന്നില്ല, കാശില്ല. ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങളുടെ കമ്പനിയിൽ ബിസിനസ്സിൽ സെയിൽസ് നടക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് സെയിൽസ് അറിയില്ല. ചിലപ്പോൾ അതായിരിക്കും കാരണം. അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളായിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് ടീമിനെ ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവർക്ക് സെയിൽസ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. അപ്പം ഈ സെയിൽസ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ റവന്യൂ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് എല്ലാ കമ്പനിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം പല കമ്പനിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് സെയിൽസ് ഇല്ല, റവന്യൂ ഇല്ല എന്നുള്ളത്. പല ബിസിനസ്സുകൾ പൂട്ടിപ്പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഇത് വലിയ വലിയ ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ തുടങ്ങിയിട്ട് സെയിൽ വന്നില്ല, എന്ത് ചെയ്യും, എനിക്ക് സെയിൽസ് ചെയ്യാൻ അറിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സെയിൽസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു റവന്യൂ കയറ്റാൻ പറ്റും, അല്ലെങ്കിൽ കസ്റ്റമറിനോട് സംസാരിക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അത് ഒരു 2-3 ടിപ്സാണ്. നിങ്ങൾക്കത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന 2-3 ടിപ്സാണ്. കാരണം സുഗ്നസ് ബി, അതുപോലെ CEO YDegree, we are into digital businesses and we are running an online digital businesses education platform. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആൻഡ് വി ടീച്ച് പീപ്പിൾ അല്ലെ സ്റ്റുഡൻസ് ഓൺ ഹൗ ടു മേക്ക് മണി. എന്നെ അറിയുന്നത് ഈ പറഞ്ഞ പോലെ YDegreeയുടെ ഫൗണ്ടറായിട്ടും, അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രാൻഡിങ് മാർക്കറ്റിംഗ് കമ്പനിയുണ്ട്, അപ്പോൾ ഹോക്സോയ് മീഡിയ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നത് YDegreeയുടെ ഫൗണ്ടർ എന്നുള്ള CEO എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ ഇപ്പം ഇവിടെ ആണെങ്കിലും, അല്ലെങ്കിൽ ഹോക്സോയ് എന്ന് പറഞ്ഞ എൻ്റെ കമ്പനിയിലാണെങ്കിലും, അല്ലെങ്കിൽ അതിന് മുമ്പാണെങ്കിലും ഞാൻ ജിം ട്രെയിനറായിട്ട് നിന്നിട്ടുണ്ട്. അന്ന് തൊട്ട് ഞാൻ സെയിൽസിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി സെയിൽസ് ചെയ്ത ഒരാളാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സപ്ലിമെൻറ്റ് സെയിൽ, ജിമ്മിൽ പോകുന്ന സമയത്ത് ട്രെയിനറാണല്ലോ, ഫുഡ് കഴിക്കാൻ കാശിന് സപ്ലിമെൻറ്റ് സെയിൽ, അന്ന് തുടങ്ങിയ പരിപാടിയാണ് സെയിൽസ്. അങ്ങനെ പല പല കാര്യങ്ങൾ, പല പല ഡീലുകൾ, പല പല മിഡിൽ മാനായിട്ടും അല്ലാതെയൊക്കെ കുറേ സെയിൽസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം, ബിസിനസ്സിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും സെയിൽസ് മാർക്കറ്റിംഗ് തന്നെയാണ്, rather than anything. അപ്പം അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചത് കുറച്ച് കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ നല്ല അടിപൊളി എന്ന് വെച്ചാൽ നിൽക്കുന്നത് ഇപ്പോൾ സ്പോട്ട് ക്ലോഷേഴ്സ് അടിക്കുന്ന കുറേ സെയിൽസുകാരുമായിട്ടൊക്കെ എനിക്ക് കണക്ഷൻസ് ഉണ്ട്. കുറേ എൻ്റെ ഫ്രണ്ട്സ് സെയിൽസിനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മെൻറ്റേഴ്സ് കുറേ പേര് സെയിൽസിനുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കാരണം ഒരിക്കലും ഒരു സെയിൽസ് ക്ലാസ്സോ സെയിൽസ് കോഴ്സോ എടുക്കാൻ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ പറ്റുന്ന കാര്യമല്ല. കാരണം സെയിൽസ് എന്ന് പറയുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാണ്. നമ്മുടെ നാട്ടിലുള്ള സെയിൽസ്മാൻ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ബാഗും തൂക്കി വീടിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുന്ന ഒരു ആളുടെ മുഖം നമുക്ക് മനസ്സിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ മൾട്ടി മില്യണേഴ്സാണ് സെയിൽസ്മാൻ. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിലും ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് സെയിൽസ് സ്കില്ലാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇഫ് യു ഹാവ് ദാറ്റ് സ്കിൽ, നിങ്ങൾക്ക് എവിടെ പോയാലും, നിങ്ങൾ എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടൊരു സ്കില്ലാണ്. നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എ ബിസിനസ് ഓണർ, ഇഫ് യു ആർ എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ, ഇഫ് യു വാണ്ട് ടു ബിക്കം എൻ ഓണ്ടർപ്രണർ ഓർ എ ബിസിനസ് മാൻ, നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നതും സെയിൽസ് ആണെന്ന് തന്നെ ഞാൻ പറയും. സോ ഇതിന് നിങ്ങൾക്ക് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ലീഡായിട്ട് കിട്ടിയതായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ്, നിങ്ങളൊരു വെബ് ഡെവലപ്മെൻറ്റ് സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സർവീസ് ആയിരിക്കും, പോട്ടെ നിങ്ങളൊരു അക്കാഡമി ആയിരിക്കും, പല പല കോഴ്സുകൾ നിങ്ങൾ ഓഫർ. അപ്പം നിങ്ങളൊരു ക്ലയൻറ്റിന് വരികയാണ്, നിങ്ങളോട് ഒരു എൻക്വയറി നടത്തുന്നു, നിങ്ങൾക്കൊരു ലീഡ് കിട്ടി. അപ്പം ഈ ലീഡ് കിട്ടുമ്പം നിങ്ങളൊരു കോൾ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലിസൺ ടു യുവർ കസ്റ്റമർ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് അടിപൊളിയായിരിക്കും, നിങ്ങളുടെ കമ്പനി അടിപൊളിയായിരിക്കും, നിങ്ങളൊരു ഫോൺ എടുത്തിട്ട് ആദ്യം തന്നെ അവരോട് അതിൻ്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം വിളിക്കുന്ന കസ്റ്റമറുടെ പ്രശ്നം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം. ലിസൺ ടു ദ കസ്റ്റമർ, അവർ പറയുന്നത് കേൾക്കുക, എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം, അവർക്ക് എന്തൊക്കെയാണ് പറ്റുന്നത്, അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ നീഡ് എന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കാര്യം സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പം നമ്മുടെ കമ്പനീസിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന കുറേ സെയിൽസ് ആൾക്കാരുണ്ട്. പലർക്കും ഞാൻ ട്രെയിനിങ് കൊടുത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സാധനം പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നോളജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതങ്ങ് കാണാൻ പഠിക്കും. എന്നിട്ട് ഹലോ പറയുന്നതിന് മുന്നേ ഇവർ പറയുന്നത് പ്രൊഡക്റ്റ് നോളജ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് വിളിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ ഒരു ഇതുണ്ട്, ആ ഒരു കോഴ്സുണ്ട്, ഞങ്ങൾ ഇങ്ങനെ സർവീസ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റ് അങ്ങനെ. അപ്പം വിളിക്കുന്ന കസ്റ്റമറിന് എന്തോ വേണ്ടതെന്ന് പോലും അവർക്കറിയണ്ട. അവർ പഠിച്ചു വെച്ച കുറേ സാധനങ്ങൾ, കമ്പനിയുള്ള എല്ലാ പ്രൊഡക്റ്റും പറയുന്നിട്ട് അവസാനം കസ്റ്റമർ കട്ട് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ പറഞ്ഞു. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. കസ്റ്റമറിൻ്റെ പറയുന്നത് കേൾക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേൾക്കുക. ലിസൺ ടു ദ കസ്റ്റമർ, ഐഡൻറ്റിഫൈ തന്നെയും. അതേപോലെ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പെയിൻ പോയിൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ട്രേഡിങ്ങിൽ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ പെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണെങ്കിൽ ഇനഫ് ഇൻകം ഇല്ല എന്നുള്ളതാണ്.
ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചിലപ്പം പാസീവായിട്ട് ഒരു ഇൻകം വേണം, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് അടിച്ചു പൊളിക്കാനായിട്ട് കാശില്ലെന്നുള്ളതാണ് അവരുടെ ഒരു പേയ്മെൻറ്റ്, അവരുടെ നീഡ്. അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ട സൊല്യൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പിച്ച് നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ കമ്പനിയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള സെയിൽസ് ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോളൊക്കെ കേട്ടിട്ടുള്ള മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞാണ് അവർ ചോദിക്കുന്നത്. ഇവർ പറയുന്ന സെയിൽസ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യമോ ഒരു കാര്യമില്ല. അപ്പം ലിസൺ ടു യുവർ കസ്റ്റമർ, ഐഡൻറ്റിഫൈ ദ നീഡ്, ഐഡൻറ്റിഫൈ ദ പെയിൻ പോയിന്റ്. ഇത് ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ കസ്റ്റമറിനോട് സംസാരിച്ചു, കസ്റ്റമറിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു, നീഡ് എന്താണെന്ന് പറഞ്ഞു, അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കസ്റ്റമറുമായിട്ട് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് ബിൽഡ് ചെയ്യണം. കാരണം ചുമ്മാ ഒരു സെയിൽ ചെയ്യുക, അത്ര കാശ് മേടിക്കുക എന്നുള്ളതല്ല. കാരണം നമ്മൾ ഒരു കസ്റ്റമർ എടുക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു സാധനം ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു 1000 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ 10,000 രൂപയുടെ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതേപോലെ ഓരോ ആൾക്കാർ ഇപ്പം നമ്മുടെ ഞാനൊരു ബ്രാൻഡിങ് മാർക്കറ്റിംഗ് കമ്പനി റൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പറയാം, നമ്മുടെ നാട്ടിലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി പകുതിയും തട്ടിപ്പാണ്. പകുതിയല്ല, 3/4 തട്ടിപ്പാണ്. കാരണം എന്തെങ്കിലും ഒരു മെറ്റൽ ആഡ് റൺ ചെയ്യാൻ അറിയുന്നവനായിരിക്കും വന്നിട്ട് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയോ ബോധമോ ഒന്നും ഉണ്ടാവില്ല. അവരാകെ ചോദിക്കുന്നത് ഓക്കെ ഇതാണ് ഞങ്ങളുടെ കോട്ട് ഓക്കെ ഇതിലെന്താ ചെയ്യുന്നത്, അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഒരു 30,000 രൂപ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു മാർക്കറ്റിംഗ് ടീമാണെങ്കിൽ അതിന് ഒരു 3,000 രൂപയുടെ ഗുണം പോലും ഈ പറയുന്ന ക്ലയൻറ്റിന് ഉണ്ടാവത്തില്ല. ക്ലയൻറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് അറിയത്തില്ലെന്ന് പറയും. അപ്പം ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 1000 രൂപ മേടിക്കുന്ന 10,000 രൂപയുടെ വാല്യൂ കൊടുക്കാൻ ശ്രമിക്കുക. അതിന് ഒരു റിലേഷൻഷിപ്പ് കസ്റ്റമറുമായിട്ട് ബിൽഡ് ചെയ്യുക, പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് റാദർ ദാൻ അണത്തിക്കൽ സെയിൽസ് മെത്തേഡിൽ നിന്ന് എത്തിക്കൽ സെയിൽസ് എന്നുള്ള രീതിയിലോട്ട് പോവുക. പിന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, ഈ പറഞ്ഞ കസ്റ്റമറിൻ്റെ പെയിൻ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു നീഡിന് നിങ്ങൾക്ക് എന്ത് സൊല്യൂഷനാണ് കൊടുക്കാൻ പറ്റുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 100 മാർക്കറ്റിംഗ് ഐഡിയാസ് ഉണ്ടാവും അവർക്ക് വേണ്ടി വർക്കൗട്ട് ആവുന്നത്. പക്ഷേ ഈ കാര്യം നിങ്ങൾക്ക് ആ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. ആ കസ്റ്റമർ നിങ്ങൾക്ക് കിട്ടത്തില്ല, സെയിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം ബൈ ഡിഗ്രി പലർക്കും ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടായിരിക്കും അറിയാവുന്നത്. പക്ഷേ ബിസിനസ് മാസ്റ്ററി ഉണ്ട്, മാർക്കറ്റിംഗ് മാസ്റ്ററി ഉണ്ട്, സെയിൽസ് മാസ്റ്ററി ഉണ്ട്. നമ്മൾ സെയിൽസ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സെയിൽസ് അടിപൊളിയായിട്ടുള്ള ആൾക്കാർ തന്നെ, ഞാൻ മെയിൻ സെയിൽസ്മാൻ ഞാനാണ്, അപ്പം ഞാൻ സെയിൽസ് പഠിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പ്രൊഫഷണൽസ് സെയിൽസ് പഠിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ഏറ്റവും അടിപൊളി സെയിൽസ്മാൻ ആരാണോ അവരുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താണ്, അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്താണ്, അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് സെയിൽസ് എന്ന് പറയുന്നത്. കാരണം സെയിൽസ് ഇല്ലാതെ ഒരു കമ്പനിയും ഒരു എൻ്റർപ്രണറിനും ഒന്നും ആവാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും ഉറച്ച വിശ്വാസം. അപ്പം ആദ്യമായിട്ടുള്ള ഒരു കാര്യം ഒന്നോടെ പറഞ്ഞാൽ ലിസൺ ടു ദ കസ്റ്റമർ, നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, പെയിൻ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം ആ കസ്റ്റമറുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. സോ ലേൺ ടു കമ്മ്യൂണിക്കേറ്റ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ബേസിക് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് സ്കൈ റോക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അധികാരമായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട് സെയിൽസിൽ. ഇപ്പം ഇത് നമ്മുടെ ഒരു ചെറിയ വീഡിയോ എന്നുള്ളതേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. സെയിൽസിനെ പറ്റി കൂടുതലായിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ് ഓണറോ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി നിങ്ങളൊരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് സംസാരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ സെയിൽസ് പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വൈ ഡിഗ്രിയെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇങ്ങനെയുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആൻഡ് എന്തെങ്കിലും കൂടുതൽ കണ്ടൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. കമൻറ്റ് ബോക്സിൽ പറയുന്ന പല കണ്ടൻറ്റുകളും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. I'll see you on another video. Until then, bye bye. Take care.